പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായും വി ഡി സതീശൻ മുഖ്യമന്ത്രിയായും നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൺസേൺസ്, ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയ ചോദ്യങ്ങൾ എന്തായിരുന്നു? വളരെ പോസിറ്റീവ് ബോഡി ലാംഗ്വേജോട് കൂടി നിൽക്കുന്ന ഒരു ചെറുപ്പ പ്രസരിപ്പുമായി നിൽക്കുന്ന വി ഡി സതീശനെതിരെ സഭയിൽ എങ്ങനെയാണ് 80-കൾ പിന്നിട്ട പിണറായി വിജയന് ശക്തമായി പ്രതികരിക്കാനാവുക, ആഞ്ഞടിക്കാനാവുക? പ്രായം കൊണ്ട് ഭയങ്കര ദൗർബല്യം അദ്ദേഹത്തിന് ഉണ്ടാകില്ലേ എന്ന് സംസാരിക്കാൻ പോലും വിടാതെ പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പ്രായം മറന്ന് സഭയിൽ നിറഞ്ഞാടിയ ദിനങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ജൂൺ 29 വരെ പിരിഞ്ഞ ഈ രാഷ്ട്രീയ പകലിൽ ശരിക്കും പിണറായി വിജയൻ ആഞ്ഞടിച്ചു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ കമന്റിൽ നിർത്തിപ്പൊരിച്ചു, ആഞ്ഞടിച്ചു എന്നൊക്കെ പറയുന്ന പോലെയല്ല, മുഖ്യമന്ത്രിക്ക് സംസാരിക്കാൻ പോലും ആവാത്ത വിധം പോയിന്റ് ടു പോയിന്റ് പിണറായി വിജയന്റെ ഡിബേറ്റിന് വേണ്ടിയുള്ള ഇൻസിസ്റ്റ് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി എല്ലാവരും എടുത്തു കാണുന്നത് എന്നുള്ളതാണ്. ചില പ്രത്യേക ശബ്ദങ്ങൾ കൊണ്ടും ശക്തമായിട്ടുള്ള ബോഡി ലാംഗ്വേജ് കൊണ്ടും ഒക്കെ വി ഡി സതീശൻ എടുക്കുന്ന ഒരു ആംഗിൾ അവിടെയും ഇന്ന് എടുത്തു കണ്ടു സതീശൻ. പക്ഷേ പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ ഇരിക്കൂ, ഞാൻ സംസാരിക്കുമ്പോൾ അപ്പുറത്തു നിന്ന് വരുന്ന ബഹളത്തെ സ്പീക്കർ സാർ നിങ്ങൾ എന്റെ സമയമായി കണക്ക് കൂട്ടരുത്, കാരണം ഞാൻ അങ്ങനെ കണക്ക് കൂട്ടില്ല. ഞാൻ എന്റെ സമയം കണക്ക് കൂട്ടാത്ത പക്ഷം നിങ്ങൾക്കും അത് കണക്ക് കൂട്ടാനാവില്ല, നിങ്ങൾ സഭാനാഥനാണെങ്കിൽ കൂടി എന്ന് പറഞ്ഞു വെക്കുന്ന പിണറായി ആർജവത്തെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. കഴിഞ്ഞില്ല, സംസാരത്തിനിടയ്ക്ക് വീണ്ടും സംസാരം വന്നപ്പോ പ്രതിപക്ഷത്തെ നോക്കി, കെ എം ഷാജി എന്ന തദ്ദേശ വകുപ്പ് മന്ത്രിയെ നോക്കി, കണ്ടില്ലല്ലോ ഷാജി നിന്റെ നാക്ക്, പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഏതോ വലിയ കടലിൽ കൊണ്ടുപോയി എന്തോ എറിയുമെന്ന് പറഞ്ഞു, കടലും എറിയാനുള്ള സാധനവും നീ കണ്ടില്ലേ എന്ന് പറയുന്ന പിണറായിയെയും നമ്മൾ ഇന്ന് കണ്ടു എന്നുള്ളതാണ്. കൃത്യമായി ഞാൻ സംസാരിക്കുമ്പോൾ ആരൊക്കെയാണ് അവിടെ നിന്ന് സംസാരിക്കുന്നത്? CPM തകർന്നു പോകുമെന്ന് കരുതി വെറുതെ ചിരിച്ച് കൈയടിക്കുന്ന, കമന്റ് അടിക്കുന്ന പുതുമുഖ അംഗങ്ങളെ, നിങ്ങൾക്ക് സഭയുടെ നടപടികളെ കുറിച്ച് അറിയില്ലെങ്കിൽ, സഭയിലെ ക്ലാസുകൾ കേട്ട് നിങ്ങൾക്ക് ഇപ്പോഴും വകതിരിവുണ്ടായിട്ടില്ലെങ്കിൽ, ഇനിയും പഠിച്ചതിന് ശേഷം മാത്രം സംസാരിക്കാൻ വരിക എന്ന് പറയുന്ന ആർജവമുള്ള ചെറുപ്പത്തിന്റെ ശബ്ദവും പിണറായിയിൽ നിന്ന് നമ്മൾ കണ്ടു എന്നുള്ളതാണ്. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ തുറന്നു വെക്കുന്ന ചിന്താഗതികൾ എന്തെല്ലാമാണ്? 35 അംഗത്തിൽ ചുരുങ്ങിപ്പോയി. 80-ന് പുറത്ത് പ്രായമുള്ള പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പ്രതിപക്ഷ നിര ശബ്ദമില്ലാതെ നിശബ്ദമായി പോകും, ഒരു കോണിൽ ഒറ്റയ്ക്കിരുന്ന് മൂലക്കിരുന്ന് പോകുമെന്ന് പറയുന്നവരിലേക്കാണ് പിണറായിയും കൂട്ടരും കുട്ടികളും ശക്തമായ പ്രതിപക്ഷമായി ആഞ്ഞടിക്കാനുള്ള സൂചനകളല്ല, ആഞ്ഞടിച്ചേയിരുന്നത്. ഇന്നലെ സെക്കൻഡ് ലാസ്റ്റ് ഡേയിൽ കണ്ടത് എന്താണ്? സഭയിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ, അതുപോലെ തന്നെ PM ശ്രീ വിഷയത്തിലൊക്കെ അവിശ്വാസ പ്രമേയ നോട്ടീസ് അവതരണത്തിനുള്ള സമയം കൊടുക്കാതിരുന്നപ്പോൾ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് നടുക്കളത്തിൽ ഇറങ്ങുമ്പോഴും പിണറായി എടുക്കുന്ന ഒരു ആംഗിൾ ഉണ്ട്, ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. ഇറങ്ങിക്കളിക്കാൻ ചെറുപ്പക്കാർ, കൃത്യമായി ആ സഭയെ ഹോൾഡ് ചെയ്യാൻ, ആ കൂട്ടത്തെ ഹോൾഡ് ചെയ്യാൻ പിണറായി വിജയൻ. ഒരു കാര്യം ഉറപ്പാണ്, ഈ 35-ൽ 63 കടന്ന് മുന്നോട്ട് പോയിട്ടുള്ള വലതുപക്ഷ നിര ശക്തമായി ദുർബലപ്പെടുമെന്നുള്ളതാണ്. ഇന്ന് PM ശ്രീ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ശക്തമായി നിങ്ങളെ പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്ക് 30 ദിവസം കഴിഞ്ഞപ്പോൾ ഭരണപക്ഷം എത്തി എന്ന ആ ഒരു തോൽവി സമ്മതം കൂടി.